കുഴപ്പമില്ല. ഞാൻ കാണാതെ എഴുതണം കേട്ടോ. ഞാൻ കാണാതെ എഴുതിയിട്ട് എനിക്ക് ഇങ്ങനെ ചതച്ചിട്ടല്ല ചുരുട്ടിയിട്ട് തരണം. ഓക്കെ, ഇങ്ങനെ ചുരുട്ടിയിട്ട് തരണം കേട്ടോ. കടലാസ് നിങ്ങൾ എഴുതിയത്, ഞാൻ കാണാതെ എഴുതിയത് കൂട്ടുകാർ കാണിച്ചു കൊടുത്താലും കുഴപ്പമില്ല. എഴുതി കഴിഞ്ഞിട്ട് ചുരുട്ടിയിട്ട് എനിക്ക് തരണം. ചുരുട്ടിയിട്ട് തരണം കേട്ടോ. ചുരുട്ടിയിട്ട് എഴുതിയാ മക്കളെ? ഓക്കെ, താങ്ക് യു, താങ്ക് യു. പേനയും തിരിച്ചു തന്നു, സന്തോഷം. ഓക്കെ, താങ്ക് യു. ചുരുട്ടിയിട്ട് തരും കേട്ടോ. ചുരുട്ടിയിട്ട് ഞാൻ കാണിച്ചെന്ന് പോലെ ചുരുട്ടിയിട്ട് ഒന്നുകൂടി ചുരുട്ടണം മോനെ. ചുരുട്ടിയിട്ട് കഴിഞ്ഞ ഈ ഭാഗത്ത് കഴിഞ്ഞ ചുരുട്ടിട്ട് ഇതിന് ചുരുട്ടില്ല. ഒന്നുകൂടി നന്നായിട്ട് ചുരുട്ടാ. നിനക്ക് വല്ല ടാക്സോടെ അടയ്ക്കുന്നു വേണ്ടല്ലോ. ഇല്ലാട്ടോ, പറയണ്ടാണ് കേട്ടോ. ചുരുട്ടാൻ അറിയില്ലല്ലേ? ശരി, ഓക്കെ, താങ്ക് യുടാ. ഓക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും? യെസ്. ഇതിപ്പോ ഞാൻ കണ്ടിട്ടുണ്ടാവും വഴിയില്ലല്ലോ. നിങ്ങൾ എഴുതിയത് ഇല്ലല്ലോ. കണ്ടിട്ടുണ്ടാവോ? ഞാൻ ഇല്ല. ഓക്കെ, ഞാനിത് എന്താണ് എഴുതിയേക്കണത് വായിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. പ്രകൃതിയായി ബന്ധപ്പെട്ടതല്ലേ എഴുതിയേക്കണേ. മോഹൻലാലും മമ്മൂട്ടിന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ ഓക്കെ, സൈലന്റ് ആയിരിക്കണം. പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂചി താഴെ വീണ അതിന്റെ ശബ്ദം കേൾക്കണം നമുക്ക്. അത്രയും സൈലന്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, പ്രകൃതിയായി ബന്ധപ്പെട്ട വാക്കല്ലേ എഴുതിയിട്ടുള്ളത് എല്ലാവരും? ആ അവരെഴുതിയിട്ടുള്ളവർ മാത്രം അവരൊന്ന് എന്നെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവര് എഴുതിയ ആ വാക്ക് ഓർമ്മയിൽ വെക്കും വേണം. ഒന്ന് ഓർത്തേൻ, റിപ്പീറ്റ് ചെയ്തേനൊന്ന് ഓർത്തുകൊണ്ടിരുന്നേൻ. മറന്നിട്ടില്ല ആരും? ഓർത്തുകൊണ്ടിരിക്കും. നിങ്ങൾ മെന്റലിസം എന്ന് കേട്ടിട്ടുള്ളവർ കൈബന്ധിച്ചാൽ. മെന്റലിസം എന്ന് കേട്ടിട്ടുള്ളവർ? ഓക്കെ, കണ്ടിട്ടുള്ളവരൊന്ന് കൈവയ്ക്കാൻ. കണ്ടിട്ടുള്ളവർ? ഓക്കെ, കുറെ പേര് കണ്ടിട്ടില്ല, കുറെ പേര് കേട്ടിട്ടുള്ളൂ, കുറെ പേര് കേട്ടിട്ടില്ല. സാരില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു അവസരം നോക്കാം നമുക്ക്. ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഹായ്. മനോഹരമായ, എല്ലാവരും ഇഷ്ടപ്പെടാത്ത ആരും ലോകത്തുണ്ടാവില്ല മനുഷ്യരിൽ. അത്രയും മനോഹരമായിരിക്കുന്ന, സുഗന്ധപൂർണമായിരിക്കുന്ന, വർണ്ണാഭമായിരിക്കുന്ന, ശലഭങ്ങൾ തേൻ കുടിക്കാൻ വരുന്ന, ഔഷധികൾ നിറഞ്ഞ എന്താ പൂവ് എന്ന് എഴുതിയതാരാ? പൂവ്. ഓക്കെ, താങ്ക് യു. എന്താ പേര്? അനന്യ. പൂവ് തന്നെ എഴുതിയത്? ഓക്കെ, താങ്ക് യു. ഒരാളിന്റെ തലയിലെഴുത്ത് പോലെ എഴുതിയേക്കണല്ലോ. വായിക്കാൻ പറ്റില്ലല്ലോ മോനെ. ഇത് ആരെഴുതിയത്? വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്. യെസ്, 10 പുത്രന്മാർക്ക് തുല്യം. എന്താ അത്? 10 പുത്രന്മാർക്ക് തുല്യം. അല്ല ആയുർവേദം ഒന്നും കേട്ടിട്ടില്ലേ? ഒരു സ്റ്റഡി ക്ലാസ് ആവാൻ പോവാ. ആയുർവേദം ഒന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ? വൃക്ഷായുർവേദം ഒന്നും കേട്ടിട്ടുണ്ടോ? വൃക്ഷായുർവേദം, അശ്വായുർവേദം, ഹസ്തായുർവേദം എന്ന് പറഞ്ഞ കുറെ ആയുർവേദ ധാരകളുണ്ട്. നമ്മൾ കാണുന്നത് മനുഷ്യായുർവേദമാണ്. വൃക്ഷായുർവേദം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ശാർങ്ങധര മുനി എന്ന് പറയുന്ന ആചാര്യൻ എഴുതിയതാണ്. അതിലാണ് 10 പുത്രന്മാർക്ക് തുല്യം. എന്താണെന്നറിയോ? ഒരു വൃക്ഷം, മരം. ആരാ മരം എഴുതിയത്? ആരാ? എവിടെ? കൈപൊന്തിക്ക്. ഓക്കെ, എന്താ പേര് മോനെ? പേര് എന്താ? രുദ്ര. ഓ, ചെടികൾ എന്ന് എഴുതിയതാരാ? ചെടികൾ. യെസ്, ഒന്ന് വായ തുറക്ക്. ഞാനൊന്ന് പറയുന്ന ആരും പിടിച്ചോണ്ടുപോയില്ല. ചെടികൾ. കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. ഒരു വരം. എന്താ ഒരു വരം? മരം ഒരു വരം. ആരാ എഴുതിയത്? മരം ഒരു വരം എന്ന് എഴുതിയതാരാ? അതെ. എന്താ പേര് മോനെ? ജ്യോതിപ്രഭ. താങ്ക് യു ജ്യോതിപ്രഭ. യെസ്, വീണ്ടും വന്നിരിക്കുന്നു. മരങ്ങൾ. ആരാ? മരങ്ങൾ. എന്താ പേര് മോനെ?
താങ്ക് യു. ഓ, പൂക്കളുടെ പെരുമഴ. പൂക്കൾ എന്ന് എഴുതിയത് വീണ്ടും എഴുതിയതാരാ? പൂക്കൾ. ഓക്കെ, എങ്ങനെ പേര് മോനെ? ആരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോ കൈ പൊതിച്ച് ഞാനാണെന്ന് പറയണം കേട്ടോ. എനിക്കൊരു സിഗ്നൽ തരണം. ഓക്കെ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. മഞ്ഞ് എഴുതിയതാരാ? മഞ്ഞ്. താങ്ക് യു. ഞാനാണ്. അടിപൊളി. ഒരു കൈയടി കൊടുത്തൻ. പശ്ചിമഘട്ടം എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മളല്ലേ? പഠിക്കാനുണ്ടോന്ന് അറിയില്ല. നമ്മുടെ സഖ്യപർവ്വതം ഒക്കെ അതിൽ പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൽ എന്താ പ്രത്യേകത? പശ്ചിമഘട്ടത്തിൽ എന്താ നിറയെ കോറികൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അതാ ടോറസിൽ പൊളിച്ചിറക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചാൾ കഴിഞ്ഞാൽ പശ്ചിമഘട്ടം നിങ്ങൾ പഠിക്കേണ്ടി വരില്ല. അത് മലനിരകളാണ്. കാട്, മലനിരകൾ എഴുതിയതാരാണ്? ഓക്കെ, എന്താ പേര് മോനെ? നിരഞ്ജൻ. താങ്ക് യു നിരഞ്ജൻ. മഴ പെയ്ത് മഞ്ഞു കുളിർത്തു. മഴ എഴുതിയതാരാ? ഓക്കെ, താങ്ക് യു. ഓക്കെ. പിന്നെ പൂന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് പേരുണ്ട്. നേരത്തെ വായിക്കാൻ പറ്റാതിരുന്നത് പൂന്നാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രം ഒന്ന് കൈയടിച്ച് നമ്മുടെ മെന്റലിസം മാജിക്